ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് റിഡ്ലി സ്കോട്ട് ഡയറക്റ്റ് ചെയ്ത ഏറ്റവും പുതിയ പീരിയഡ് ആക്ഷൻ ഡ്രാമ സിനിമയായ ഗ്ലാഡിയേറ്റർ 2 ആണ്. ആദ്യത്തെ ഗ്ലാഡിയേറ്റർ സിനിമയുടെ ഒരു ഡയറക്റ്റ് സീക്വലാണിത്. അതുകൊണ്ട് തന്നെ 2000 ഇറങ്ങിയ ആ ഗ്ലാഡിയേറ്റർ സിനിമ കണ്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഗ്ലാഡിയേറ്റർ 1ന്റെ കഥ ക്വിക്കായിട്ട് ഞാൻ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ആദ്യത്തെ സിനിമയിലെ സംഭവങ്ങൾക്ക് ശേഷം 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കഥ തുടങ്ങുന്നത്. ലുസില്ലയുടെ മകനായ ലൂഷ്യസിന്റെ കഥയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് എങ്ങനെ അയാൾ ഒരു റോയൽ ഫാമിലി ജനിച്ചിട്ടും ഒരു ഗ്ലാഡിയേറ്ററായി അവസാനം കൊളോസിയസിൽ എത്തി എന്ന കഥ. വേൾഡ് സിനിമയിലെ തന്നെ ഒരു ക്ലാസിക്കായി കണക്കാക്കുന്ന ഒരു സിനിമയാണ് ആദ്യത്തെ ഗ്ലാഡിയേറ്റർ സിനിമ. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗം വരുമ്പോൾ ഏറ്റവും ഓബ്വിയസ് ആയിട്ടുള്ള ചോദ്യം ഇത് ആദ്യത്തെ സിനിമയുടെ അത്ര വരുമോ, അല്ലെങ്കിൽ ആ സിനിമയുടെ പേര് കളയുമോ എന്നതായിരുന്നു. ഡെഫിനറ്റ്ലി പറയാം, ഇത് ആദ്യത്തെ സിനിമയുടെ പേര് മോശമാക്കുന്നൊരു സിനിമയല്ല. പക്ഷേ ആ ഗ്ലാഡിയേറ്റർ സിനിമയുടെ ആ ഒരു എക്സ്പെക്ടേഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാനും പാടില്ല. ഇത് ഗ്ലാഡിയേറ്റർ 1 ഭയങ്കര സിമിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ആ ഒരു കഥ തന്നെ റീവർക്ക് ചെയ്ത് പുതിയ കഥാപാത്രങ്ങളെയും അവരുടെ മോട്ടീവിനെയും ഒക്കെ ന്യായീകരിക്കുന്ന രീതിയിലാണ് കഥ മുൻപോട്ട് പോകുന്നത്. പക്ഷേ ആവശ്യത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ട്വിസ്റ്റും പിന്നെ നല്ല ഡയലോഗുകളും ചേർത്ത് ഇത് പ്രസന്റ് ചെയ്യുന്നു. ആദ്യത്തെ സിനിമയിലെ മാക്സിമസിന്റെ കഥ അവിടെ തീരുന്നുണ്ടെങ്കിലും ഇവിടെ ആ ക്യാരക്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രധാനപ്പെട്ട 2 ക്യാരക്ടേഴ്സും മാക്സിമസിന്റെ സ്വഭാവമായിട്ട് സിമിലാരിറ്റിയും കൊടുത്തിട്ടുണ്ട്. അതായത് പ്രതികാരം ചെയ്യാൻ കൊളോസിയത്തിലേക്ക് ഇറങ്ങുന്ന ലൂഷ്യസും റോമൻ എംപയറിനെ നയിക്കുന്ന ആർമി ലീഡറായ മാർക്കസ് അക്കേഷ്യസും. ലൂഷ്യസിൽ വരുന്ന പോൾ മാസ്കൽ അടിപൊളി പെർഫോമൻസ് ആണ്. പെഡ്രോ പാസ്കലും അടിപൊളി പെർഫോമൻസ് ആണ്. പക്ഷേ ഷോ സ്റ്റീലർ അല്ലെങ്കിൽ വന്നു നിൽക്കുന്ന എല്ലാ സീൻസും കൈയടി വാങ്ങിക്കുന്നത് ഡെൻസൽ വാഷിംഗ്ടൺ ആണ്. അത്രയ്ക്ക് ഗംഭീര ക്യാരക്ടറാണ് ആ ഒരു ഗംഭീര സ്ക്രീൻ പ്രസൻസും. കോണിൻ നീസിൽ അഭിനയിക്കുന്ന ലുസീലിയ എന്ന ക്യാരക്ടറാണ് ഈ 2 സിനിമയെ കണക്ട് ചെയ്യുന്ന ഒരു ഫോക്കസ് പോയിന്റ്. ആദ്യത്തെ സിനിമയിലെ പോലെ തന്നെ ഒരു ഇമോഷണൽ വെയിറ്റ് തരുന്ന ഒരു പെർഫോമൻസ് ഇവിടെ അവർ തരുന്നുണ്ട്. ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് പോകുന്നൊരു സിനിമയാണ് ഗ്ലാഡിയേറ്റർ 2. ഡള്ളായി തോന്നിയ മൊമെന്റ്സ് വളരെ കുറവായിരുന്നു. ഇവിടെ സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്ന സ്പീഡിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലൈമാക്സിൽ ഒരു അല്പം സ്പീഡ് കൂടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ നെഗറ്റീവ്സിൽ പറയാം. കൊളോസിയത്തിലെ 2 പ്രധാന ആക്ഷൻ സീനുകളും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. അതിൽ എനിക്ക് ഫേവറേറ്റ് തോന്നിയത് 2 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഫൈറ്റ് ചെയ്യുന്നൊരു സീക്വൻസ് ആയിരുന്നു. അതിൻ്റെ കൂടെ R റേറ്റും കൂടെ ആയപ്പോൾ ആ ഒരു വയലൻസിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പ്രധാനപ്പെട്ട ഒരു സീനിൽ സെൻസർ ബോർഡ് കൈവച്ച് നല്ല വൃത്തികളാക്കിയിട്ടുണ്ട്. ഈ റോമിനെ കാണിക്കുന്ന വിഷ്വൽസും അതിൻ്റെ ഒരു സ്കെയിലൊക്കെ ഗംഭീരമായിരുന്നു. ഇനി നെഗറ്റീവ്സിലേക്ക് വരാം. വീക്കായിട്ടുള്ള വില്ലന്മാരാണ് കഥയുടെ വലിയൊരു ഡ്രോബാക്ക്. ജോസഫ് ക്വിന്നിനെ ഈ എംപറായിട്ട് കാസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഒരു ടെറർ സ്ക്രീനിൽ കൊണ്ടുവരുമെന്ന് ഞാൻ കരുതി. പക്ഷേ അതിനുള്ളൊരു സ്പേസ് പുള്ളിക്ക് കിട്ടിയില്ല. കുറേ അധികം ബാക്ക് സ്റ്റോറി സിനിമയിൽ നിന്ന് എഡിറ്റ് ചെയ്ത് മാറ്റിയതുപോലെ തോന്നി. എസ്പെഷ്യലി ഡെൻസൽ വാഷിംഗ്ടന്റെ ക്യാരക്ടറിന് ഒരു ഗംഭീര ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും. അയാളുടെ മോട്ടീവും പ്രവൃത്തിയും ഒക്കെ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ സ്ക്രീനിൽ നമുക്കത് കാണാൻ കഴിയില്ല. മാത്രമല്ല ഈ ആദ്യത്തെ സിനിമയിലെ സംഭവങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് പുതിയ എംപറേഴ്സ് അവിടെ വരുന്നതെന്നും അവരുടെ ബാക്ക് സ്റ്റോറി എന്താണെന്നും അവരെങ്ങനെ റോമിനെ കൺട്രോൾ ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. റിഡ്ലി സ്കോട്ട് ഞാൻ മറ്റ് സിനിമകളിലെ പോലെ ഡയറക്ടേഴ്സ് കട്ടിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമായിരിക്കും. ക്ലൈമാക്സിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സപ്ലോട്ട് അവസാനമാകുമ്പോൾ റഷ് ചെയ്ത പോലെ തോന്നി. ഈ പെട്ടെന്നൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊരു ലോജിക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. ഓവറാൾ പറഞ്ഞാൽ ആദ്യത്തെ ഗ്ലാഡിയേറ്റർ സിനിമയുമായിട്ടൊരു കമ്പാരിസൺ നടത്തിയില്ലെങ്കിൽ ഒരു എബോ ആവറേജ് അല്ലെങ്കിൽ ഒരു നല്ല സിനിമ തന്നെയാണ് ഗ്ലാഡിയേറ്റർ 2. അവസാനത്തെ ഒരു 15 മിനിറ്റിലെ ആ ഒരു പൊളിറ്റിക്കൽ സപ്ലോട്ട് വർക്കൗട്ട് ആയില്ലെങ്കിലും എനിക്ക് ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന ഒരു പീരിയഡ് ആക്ഷൻ സിനിമ തന്നെയായിരുന്നു ഇത്. ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഒരു തവണയെങ്കിലും ഇത് തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ഗ്ലാഡിയേറ്റർ 2. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിലെ മറ്റ് വീഡിയോസ് ഒക്കെ നോക്കുക. കണ്ടന്റ് കൊള്ളാൻ തോന്നുന്നെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.